Good morning to you one and all. I am Salma Finoj. Welcome back to our channel. Management Concepts and Business Ethics അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള ഒരു സബ്ജക്റ്റിൽ നിന്ന് ഡെഫിനിഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. എക്സാമിന് 2-3 മാർക്കിന് നിങ്ങൾക്ക് ഡെഫിനിഷൻസ് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ കോൺസെപ്റ്റിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഒരു ഡെഫിനിഷൻ കൊടുത്ത് ആ ആൻസറിലേക്ക് വരുമ്പോൾ അത് ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻസ് എഴുതുമ്പോൾ ഏത് ഓഥറിന്റെ വാക്കുകൾ ആണോ എഴുതുന്നത് അദ്ദേഹത്തിന്റെ വരികൾ തന്നെ നമ്മൾ എഴുതണം. അപ്പോൾ അത് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് എക്സാമിന് എഴുതാം. ഫസ്റ്റ് വൺ നോക്കാം. മാനേജ്മെന്റ്. അക്കോർഡിംഗ് ടു ഹറോൾഡ് കൂൺസ്, മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീപ്പിൾ, ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് എല്ലാ ഇൻഡിവിജ്വൽസും പരസ്പരം സഹകരിച്ച് എന്താണോ ആ ബിസിനസ്സിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗോൾസ് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഹറോൾഡ് കൂൺസിന്റെ വാക്കുകളാണ്. ഇനി ഹറോൾഡ് കൂൺസും ഹെയ്ൻവെയ്റിച്ചും വേറൊരു ഡെഫിനിഷൻ കൂടി മാനേജ്മെന്റിന് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ്. അതൊന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാണ്, ഒരു പ്രോസസ്സാണ്. മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ്. ആ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മളൊരു എൻവിറോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. അവിടെ ഒരുപാട് ഇൻഡിവിജ്വൽസ്, ഓരോരോ വ്യക്തികൾ ഉണ്ടാകും. ആ വ്യക്തികൾ എങ്ങനെയാണ്, ഒറ്റയ്ക്ക് നിന്നിട്ടല്ല, ദേ വിൽ ബി വർക്കിംഗ് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പായിട്ട് അവർ വർക്ക് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, അവരുടെ സെലക്റ്റഡ് എയിം, ആ ഒരു ഓർഗനൈസേഷന്റെ എയിം, ഒബ്ജക്റ്റീവ് എന്താണോ അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പ്ലാനിങ്. According to H. Coons and O'Donnell, planning is an intellectual process. Intellectual process പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മാനേജ്മെന്റിന്റെ ഇൻഡ്യൂഷൻസ് ആവാം, ജഡ്ജ്മെന്റ് ആവാം, ഇമാജിനേഷൻ ആവാം. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഫ്യൂച്ചറിൽ ഓരോരോ ആക്ടിവിറ്റീസ് ബിസിനസ്സിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന് അവർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അത് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്സ് ആണ് പ്ലാനിങ് എടുത്തത്. അപ്പോൾ അവർക്ക് അതിനുള്ള നോളേജ് ഉണ്ടാവണം. അപ്പോൾ അവർ ഓരോരോ ആക്ഷൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതിന്റെ ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുകയാണ്. ഈ ഡിസിഷൻസ് എടുക്കുമ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള നോളേജ് ഉണ്ടാവണം. ആ നോളേജിന്റെ പുറത്ത് അവർ എന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിപൂർവമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് വൺ, ഓർഗനൈസിങ്. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണൽ, ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ടു അക്കംപ്ലിഷ് ഗോൾസ് ആൻഡ് പ്ലാൻസ്. ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ്, ചിലപ്പോൾ ഓർഗനൈസേഷന്റെ ഗോൾസ് പറയുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കാം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആവാം, വെൽത്ത് മാക്സിമൈസേഷൻ ആവാം, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആവാം. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ്, അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും, ഒരു ബിസിനസ്സിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവാം. എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ആക്ടിവിറ്റീസ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് അസൈൻ ചെയ്യാണ്. എന്നിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഓരോരുത്തർക്കും എന്തെല്ലാം അതോറിറ്റി ഉണ്ടോ അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ വളരെയധികം കോർഡിനേഷൻ മോഡിൽ കൂടി ആ ആക്ടിവിറ്റീസ് പൂർത്തീകരിച്ച് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്ങിനെ കുറിച്ചിട്ട് പല ഓതേഴ്സിനും ഡെഫിനിഷൻസ് ഉണ്ട്. 1-2 ഡെഫിനിഷൻസ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. Delegation of authority merely means granting of authority to subordinates to operate within prescribed limits. തിയോ ഹൈമാന്റെ വാക്കുകളാണ്. തിയോ ഹൈമാൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സിൽ ടോപ്പ് ലെവൽ മാനേജർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ താഴെയുള്ള സബോർഡിനേറ്റ്സിന് ഓരോരോ അതോറിറ്റീസ് വിട്ടുകൊടുക്കുകയാണ്.
വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഓരോരുത്തർക്കും ഇന്ന ലിമിറ്റിനുള്ളിലുള്ള അതോറിറ്റീസ് ഉണ്ടാവും. ആ അതോറിറ്റി വെച്ച് ഓരോ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അതോറിറ്റി ഡെലിഗേറ്റ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുക. നെക്സ്റ്റ് വൺ, ഡീസെൻട്രലൈസേഷൻ. It refers to systematic effort to delegate to the lowest level all authority except that which can be exercised at central points. The words of Louis Allen. Louis Allen ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലോവസ്റ്റ് ലെവലിൽ വരെയുള്ള എംപ്ലോയീസിന് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എക്സെപ്റ്റ് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? സെൻട്രൽ പോയിന്റ്സ്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡിസിഷൻസും ആക്ടിവിറ്റീസും അതിനുള്ള ഒരു പവർ ആർക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്? ലോവസ്റ്റ് ലെവലിലുള്ള എംപ്ലോയീസിന് കൂടി ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നു എന്നാണ് ലൂയിസ് അലൻ പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് തിയോ ഹൈമാന്റെ വാക്കുകളിലൂടെ നോക്കാം. Staffing function pertains to the recruitment, selection, development, training and compensation of subordinate. സ്റ്റാഫിംഗ് ഫംഗ്ഷനിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. റിക്രൂട്ട്മെന്റ്, ഒരു ബിസിനസ്സിൽ മാനേജേഴ്സ് അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് ആരെ ആവശ്യമുണ്ട്? ഹ്യൂമൻ, മനുഷ്യരെ ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓരോ പോസ്റ്റിൽക്കും വരാൻ വേണ്ടിയിട്ട് ഇന്ന ഒരു ബിസിനസ്സിൽ ഇന്ന ഒഴിവുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അഡ്വർടൈസ്മെന്റ് വഴി കൊടുത്ത് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ആരാണോ ദ ബെസ്റ്റ് പേഴ്സൺ അവരെ സെലക്ട് ചെയ്യാണ്. ആ സെലക്ട് ചെയ്തിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് അവരെ ഒന്നും കൂടി എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടി ട്രെയിനിങ് കൊടുത്ത് ഡെവലപ്മെന്റ് നടത്തി ആ ഒരു ക്വാളിഫൈഡ് പേഴ്സണിന് അവരുടെ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സാലറിയോ വേജസ് കൊടുത്ത് അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ജോബ് അനാലിസിസ്. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, job analysis is the process of studying and collecting information relating to the operations and responsibilities of a specific job. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല പല ജോലികൾ ഉണ്ടാകും. അപ്പോൾ ഓരോ സ്പെസിഫിക് ജോബിനെ കുറിച്ചിട്ടും വ്യക്തമായി സ്റ്റഡി ചെയ്ത് ഇൻഫോർമേഷൻസ്, ഓരോ ഓപ്പറേഷൻസിനും ഉള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആ ഒരു ജോബ് ചെയ്യണം, അതിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തെല്ലാം വേണം, ഒരു ജോബിനെ കുറിച്ച് മുഴുവനായിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ജോബ് ഡിസ്ക്രിപ്ഷൻ. According to Edwin B. Flippo, the first and immediate product of the job analysis is the job description. As the title indicates, this document is basically descriptive in nature and constitutes a record of existing and pertinent job facts. ജോബ് അനാലിസിസ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ജോബ് അനാലിസിസ് നമ്മൾ ഒരു ജോബിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആണ് എന്തിലൂടെ കാണുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് കാണുന്നത്. ആ ടൈറ്റിൽ പോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ്, വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് അത് എഴുതിയിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ഒരു ജോബിന് വേണ്ടത്, അതിനുള്ള റെക്കോർഡ്സ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. Edwin B. Flippo defined a job specification is a statement of minimum acceptable human qualities necessary to perform a job properly. ജോബ് അനാലിസിസ് വഴി ഓരോ ജോബിനെ കുറിച്ചിട്ടും നമ്മൾ വ്യക്തമായി പഠിച്ചു. ആ വ്യക്തമായി പഠിച്ചതിന് ശേഷം ഓരോ ജോബ് ചെയ്യാനും എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന് വേണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ്, മിനിമം ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഒരു ജോബ് പെർഫോം ചെയ്യാൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് എ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നു എന്നാണ് എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്നത്. നെക്സ്റ്റ് വൺ, മാൻ പവർ പ്ലാനിംഗ് ആണ്. ഗോർഡൺ മാക്ബത്ത് ഒപ്പൈൻസ് മാൻപവർ പ്ലാനിംഗ് ഇൻവോൾവ്സ് 2 സ്റ്റേജ്. മാൻപവർ പ്ലാനിങ്ങിൽ 2 സ്റ്റേജസ് ഉണ്ട് എന്നാണ് ഗോർഡൺ മാക്ബത്ത് പറയുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ ഓരോ ലെവൽസിലും ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ ഏതൊക്കെ തരത്തിലുള്ള എത്രത്തോളം മാൻ പവർ വേണം എന്നുള്ളത് തീരുമാനിക്കുകയാണ് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ വിത്ത് കൺസേൺ വിത്ത് റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ഫ്രം ഓൾ സോഴ്സസ് ടു മീറ്റ് ദ പ്ലാൻഡ് റിക്വയർമെന്റ്. ബിസിനസ്സിൽ മാനേജർ
ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പ്ലാൻ ചെയ്തതിനനുസരിച്ച് ഓരോ ജോബും വ്യക്തമായി വൃത്തിയായി ചെയ്യുവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിളിനെ ഓപ്റ്റ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. ദാറ്റ് ഈസ് ദി മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ്ങിന് 2 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജിന് ഓരോ ലെവലിലും എത്രത്തോളം എംപ്ലോയീസ് വേണം എന്നുള്ളതും, സെക്കൻഡ് സ്റ്റേജിൽ ഓരോ ജോബ് ചെയ്യാനും റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിളിനെ പല പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനെയാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിക്രൂട്ട്മെന്റ്. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, recruitment is the process of searching for prospective employees and stimulating them to apply for jobs in the organization. Recruitment എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലേക്ക് വേണ്ട എംപ്ലോയീസിനെ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ജോബിന് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. റിക്രൂട്ട്മെന്റ് ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൽ അവരെന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ് കൊടുക്കും, ഇന്ന പോസ്റ്റ് ഒഴിവുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ആ പോസ്റ്റിലേക്ക് അപേക്ഷ കൊടുക്കാം. സോ ആ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യാണ് എംപ്ലോയീസിനെ ആ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന്. അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെലക്ഷൻ. ഇൻ ദ വേർഡ്സ് ഓഫ് ഡെയ്ലി ഓർഡർ സെലക്ഷനെ കുറിച്ച് പറയുന്നത്, കാൻഡിഡേറ്റ്സിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് എംപ്ലോയ്മെന്റ് ജോബ് ഓഫർ ചെയ്ത് കഴിഞ്ഞു, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാണ്, നോട്ട് ഓഫറിങ് ജോബ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ റിക്രൂട്ട്മെന്റ് വഴി കുറച്ച് കാൻഡിഡേറ്റ്സ് ഒരു പോസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറിൽ കുറച്ച് പേര് സെലക്റ്റഡ് ആവും, കുറച്ച് പേര് എന്താവും, എലിമിനേറ്റഡ് ആവും എന്നാണ് ഡെയ്ലി ഓർഡർ പറയുന്നത്. നെക്സ്റ്റ് വൺ, ട്രെയിനിങ് ആണ്. അക്കോർഡിംഗ് ടു ഡെയ്ൽ എസ് ബീച്ച്, ട്രെയിനിങ് ഇസ് ദ ഓർഗനൈസ്ഡ് നോളജ് സ്കിൽ ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ തിയറി ആയിട്ട് കുറേ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു ജോബിലേക്ക് എത്തുമ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള നോളേജ് കിട്ടണം. അതാണ് ട്രെയിനിങ്ങിൽ നൽകുന്നത്. നെക്സ്റ്റ് വൺ, ഡയറക്ഷൻ. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡണൽ, direction is the impersonal aspect of managing by which subordinates are led to understand and contribute effectively and efficiently to the attainment of enterprise objectives. ബിസിനസ്സിൽ മാനേജേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിനെ ഗൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. വളരെ എംപ്ലോയീസിന് വളരെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് വളരെ എഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ് ആയിട്ടും അവരെ കൊണ്ട് ആ പ്രവൃത്തികൾ ചെയ്യിപ്പിച്ച് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ ആണ്. കൂൺസോ ഡൊണലിന്റെ വാക്കുകളിലൂടെ നോക്കാം. കോർഡിനേഷൻ is the achievement of orderly group efforts and unity of action in the pursuit of a common purpose. കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എഫേർട്സ് ആണ് ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു കോമൺ പേർപ്പസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവിനപ്പുറം എല്ലാവരും ബിസിനസിന്റെ കോമൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനിഷനും കൂടിയുണ്ട് തിയോ ഹൈമാന്റെ. Coordination is the orderly synchronizing of efforts of subordinates to provide proper amount, timing, and quality of execution so that their united efforts lead to the stated objectives, namely the common purpose of the enterprise. Stated objective എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ബിസിനസിന്റെ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. എന്താണോ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആവാം, ക്വാളിറ്റി മെയിൻ്റെനൻസ് ആവാം. അതിന് വേണ്ടിയിട്ട് ഓരോ സബോർഡിനേറ്റ്സിനും എന്ത് കൊടുത്തിട്ടുണ്ടാവും, ജോബ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാ ആളുകളുടെയും ഓരോ ആളുകളും യുണീക്ക് ആയിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും എഫേർട്സിനെയും കൂടി ചേർത്ത് കോർഡിനേറ്റ് ചെയ്ത് ബിസിനസിന്റെ കോമൺ പർപ്പസ് അറ്റൈൻ ചെയ്യുന്നതിനെയാണ് കോർഡിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺട്രോളിംഗ്. ജോർജ ടെറി കൺട്രോളിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ബിസിനസിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റഡ് മെഷേഴ്സ് അപ്ലൈ ചെയ്ത്
പെർഫോമൻസ് പ്ലാനിങ് ചെയ്തതിനനുസരിച്ച് കൊണ്ടുപോകുന്നതിനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൂൺസ് ആൻഡ് ഒഡോണൽ കൺട്രോളിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് പ്ലാൻ ചെയ്തതിനനുസരിച്ച് അറ്റൈൻ ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മെഷർ ചെയ്യാണ് പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ ഒരേ വേവ് ലെങ്ത്തിലാണോ പോകുന്നത് എന്ന് നോക്കുക. എന്തെങ്കിലും ഡീവിയേഷൻസ് വരികയാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് പ്ലാൻ ചെയ്തതിനനുസരിച്ച് അറ്റൈൻ ചെയ്യുക. നെക്സ്റ്റ് വൺ, മോട്ടിവേഷൻ. എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്നത് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് അറ്റംപ്റ്റിംഗ് ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ടു ഡു ദെയർ വർക്ക് ത്രൂ ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ഓർ റിവാർഡ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നമ്മൾ പറയുന്നതിനനുസരിച്ച് അറ്റൈൻ ചെയ്യുമ്പോൾ വർക്ക് ചെയ്ത ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഗെയിൻ അല്ലെങ്കിൽ അവർക്കൊരു റിവാർഡ് സമ്മാനം നൽകുന്നതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസയേർഡ് ഗോൾസ് ബൈ വില്യം ജി സ്കൗട്ട്. ആളുകളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന പ്രവൃത്തികൾ വൃത്തിയായി എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു റിവാർഡ് ഉണ്ട് എന്നുള്ള പ്രോമിസ് കൊടുക്കുന്നതിനാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലീഡർഷിപ്പ് ആണ്. ജോർജ ടെറി ഡിഫൈൻ ലീഡർഷിപ്പ് ഇസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഏതൊരു ഓർഗനൈസേഷനിലും ഒരു ഗ്രൂപ്പിന് ഒരു ലീഡർ ഉണ്ടാകും. ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ് ഓരോ ഇൻഡിവിജ്വലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നേതൃത്വം കൊടുക്കുക. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. കീത്ത് ഡേവിസ് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ നമ്മൾ ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ്. ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ്. പറയുന്ന ഇൻഫോർമേഷൻ മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സെക്കൻഡ്, ഹെറോൾഡ് കൂൺസ് ആൻഡ് ഹെനി വെയ്റിച്ച് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ദ സെൻഡർ. ഒരാൾ സെൻറ്ററിൽ നിന്ന് ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ് ടു ദ റിസീവർ വിത്ത് ഇൻഫോർമേഷൻ ബീങ് അണ്ടർസ്റ്റുഡ് ബൈ ദ റിസീവർ. സെൻഡർ എന്താണോ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് അത് അതിൻ്റെതായ രീതിയിൽ റിസീവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൺവേ ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഹവാർഡ് ബവൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് it's the obligation means responsibility to pursue those policies, to make decisions or to follow those line of action which are desirable in terms of the objectives and values of our society. നമ്മൾ എന്തെങ്കിലും പോളിസീസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുകയാണ്, എന്തിന് ബേസ് ചെയ്തിട്ട് വേണം? നമ്മളുടെ ബിസിനസ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സൊസൈറ്റീസിന്റെ വാല്യൂസ് കൂടി നമ്മൾ രക്ഷിക്കണം, നമ്മൾ അതിനെ സംരക്ഷിക്കണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനോട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ലൈക്ക് എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ് എക്സെട്ര. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് മെയിനായിട്ട് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ദാറ്റ് വുഡ് ബി ദ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദി കസ്റ്റമേഴ്സ്. അങ്ങനെ ഓരോ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിനോടും ബിസിനസ്സിന് എന്തുണ്ട്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് വൺ, എത്തിക്സ്. പീറ്റർ എഫ് ഡ്രക്കർ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ് ആക്ഷൻസ് ആണ് എന്ത് എത്തിക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ബിസിനസ് എത്തിക്സ്. വീലർ ഡിഫൈൻസ് ബിസിനസ് എത്തിക്സ് ആസ് എൻ art and science for maintaining harmonious relationship with society, its various groups and institutions, as well as reorganizing the moral responsibility for the rightness and wrongness of business conduct. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എത്തിക്സ് എന്ന് പറയുകയാണെങ്കിൽ സൊസൈറ്റിയോടാവാം, വേരിയസ് ഗ്രൂപ്പ്സിനോടാവാം, പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടാവാം, എംപ്ലോയീസിനോട്, കസ്റ്റമേഴ്സിനോട്, എല്ലാവരോടും നമുക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റീസ് ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യണം. ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനൊരു ശരികേടും എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ബിസിനസ് ചെയ്യാൻ. ഒരു പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ റോങ് ആയിട്ടുള്ള ഒരു വഴി ബിസിനസ്മാൻ ഫോളോ ചെയ്യരുത്. നെക്സ്റ്റ് വൺ, കോർപ്പറേറ്റ് ഗവേണൻസ്. കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട് ഡിഫൈൻസ് കോർപ്പറേറ്റ് ഗവേണൻസ് ആസ് ദി സിസ്റ്റം ബൈ വിച്ച് ദ കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. നമ്മുടെ ബിസിനസ്സിൽ വളരെ
ആക്ടിവിറ്റീസ്, ആ ഒരു സിസ്റ്റം നമ്മൾ മൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. In the words of Hyman, strategy is an interpretative policy. It is a policy that has been formulated by the top management for the purpose of interpreting and shading the meaning of other policy. Strategic management main ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോരോ പോളിസീസും അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എഡ്വിൻ ബി ഫ്ലിപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദ എൻഡ് ദാറ്റ് individual, organizational and societal objectives are established. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇസ് ദ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. സോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യണം, ബിസിനസ്സിന്റെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണം, സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ സമൂഹത്തിലേക്ക് അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്ലാൻ ചെയ്യാണ്, അതിനെ ഓർഗനൈസ് ചെയ്യാണ്, അതിനെ ഡയറക്റ്റ് ചെയ്യാണ്, അവരുടെ കൺട്രോളിങ് ദെയർ പ്രൊക്യൂർമെന്റ്, അവർക്ക് ഡെവലപ്മെന്റ് കൊടുക്കുകയാണ്, അവർക്ക് വേജസ് കൊടുക്കുകയാണ്, അവരുടെ ആക്ടിവിറ്റീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. മെയിൻ്റെനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അൾട്ടിമേറ്റ് എയിം ഈസ് ടു അറ്റൈൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ആൻഡ് സൊസൈറ്റി. നെക്സ്റ്റ് വൺ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. Coughlin 1981 defines total quality management. അതൊരു അപ്രോച്ച് ആണ് ടു ഇംപ്രൂവിംഗ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ബിസിനസ് ആസ് എ ഹോൾ. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബിസിനസ്സിനെ മുഴുവനായിട്ട് നമ്മൾ എന്താണ് ഇംപ്രൂവ് ചെയ്യാണ് ബിസിനസ്സിന്റെ ഒരു എഫിഷ്യൻസി. അതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ മുഴുവനായിട്ട്, ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ആക്ടിവിറ്റീസ്, സിംഗിൾ പേഴ്സൺ ആയിട്ട് എവറി ലെവൽ എല്ലാവരും വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് മാനേജ്മെന്റ് നടത്തുകയാണ്. It is to ensure that management adopt a strategic overview of quality and focus on prevention rather than inspection. ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതിന് മുൻപ് അതിനെ തടയിടുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് ഒരു മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നതിന്. അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷനെ മുഴുവനായിട്ട് എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്. നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് ഡൈനാമിക്സ്. According to Keith Davies, group dynamics refers to the study of forces within a group. Group dynamics എന്ന് പറയുമ്പോൾ അതൊരു സെറ്റ് ഓഫ് ബിഹേവിയറൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. It should be within a group or between groups. So, group dynamicsലൂടെ that should be dealing the attitude അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺ ഓഫ് ദി ഗ്രൂപ്പ് ആണ് നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് വഴി പ്രോബ്ലം സോൾവ് ചെയ്യുക, ടീം വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, എന്നിട്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് അറ്റൈൻ ചെയ്യുക. സോ ദീസ് ഓൾ ആർ അബൌട്ട് ദി ഡെഫിനിഷൻസ് ഫ്രം ബിസിനസ് മാനേജ്മെന്റ്. മാക്സിമം എല്ലാ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള 1-2 ഡെഫിനിഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. For more videos, you please subscribe to our channel, Salma Finoj. Thank you. Have a nice day.